+1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 9 ഹൈഡ്രോ കാർബൺസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് കൂടി അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഫോർ എക്സാമ്പിൾ രണ്ട് സ്ട്രക്ചേഴ്സ് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ട്, രണ്ട് CH3 ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അതിൽ രണ്ടിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തെ കോമ്പൗണ്ടിൽ നോക്കാം. C ഡബിൾ ബോണ്ടിലെ ഈ ആദ്യത്തെ കാർബണിലുള്ള CH3 മുകളിലാണ് അല്ലേ, H താഴെയാണ്. രണ്ടാമത്തെ കാർബണിൽ എന്ത് തന്നെയാണ്? മുകളിൽ തന്നെയാണ്, താഴെയാണ്. ഇനി ഞാനപ്പോൾ അതിൽ കൂടി ഒരു ലൈൻ വരയ്ക്കാമെന്ന് വെച്ചോ, സെൻറ്ററിൽ കൂടി ആ C ഡബിൾ ബോണ്ടിൽ കൂടി ഒരു ലൈൻ വരച്ചു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരേപോലത്തെ ഗ്രൂപ്പുകളാണ് രണ്ടും എന്ത് ചെയ്യുന്നത്? മുകളിൽ വരുന്നത്. അതേസമയം താഴെ അതേപോലെ വന്നേക്കാം. എച്ചുകൾ രണ്ടും സെയിം രണ്ട് കാർബണിലെയും എച്ചുകൾ താഴെ വന്നേക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാമെന്നറിയോ? സിസ് ഐസോമർ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. വേറെ ദി അതർ വൺ, അടുത്തത് നോക്കിയടാ. രണ്ടാമത്തെ സ്ട്രക്ചറിൽ ഈ ആദ്യത്തെ കാർബണിലെ CH3 മുകളിലും രണ്ടാമത്തെ കാർബണിലെ CH3 എന്താ? താഴെയുമാണ്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡുകളിലാണ് വരുന്നെങ്കിൽ, സെയിം സൈഡിൽ വന്ന സിസ്, ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ് എന്നായിരിക്കും വിളിക്കാം. ജനറലി സ്പീക്കിംഗ് ഇത് സെയിം സൈഡിൽ വന്ന അവർക്കിടയിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാവും. വേറെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ആ റിപ്പൾഷൻ കുറവായിരിക്കും. ആ റിപ്പൾഷൻ കുറവായതുകൊണ്ട് തന്നെ ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത് ദേ ആർ ജനറലി മോർ സ്റ്റേബിൾ ദാൻ സിസ് ഐസോമർ. ട്രാൻസ് ഐസോമർ സ്റ്റേബിൾ ആണ് സിസ് ഐസോമറിനേക്കാൾ കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് ചോദിക്കും. ഇങ്ങനെ ആയിക്കോളെ എക്സാമിന് ചോദിക്കുക. ഡ്രോ ദി ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ട് 2 എന്ന് പറഞ്ഞത് തന്നെയാണെന്ന് വെച്ചോ, ബ്യൂട്ട് 2. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രക്ചർ വരച്ച് നോക്കാം. ബ്യൂട്ട് 2. സോ CH3 CH ഡബിൾ ബോണ്ട് CH CH. അപ്പോൾ ഇതിൻ്റെ സിസും ട്രാൻസും വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ആദ്യം ഡബിൾ ബോണ്ടിനെ കാണിക്കാം അല്ലെ, രണ്ട് ഡബിൾ ബോണ്ട് മാത്രമേ ഇല്ല, C ഡബിൾ ബോണ്ട്. ഇനി ഈ കാർബണിൽ ആദ്യത്തെ കാർബണിൽ എന്തൊക്കെയുണ്ട്? ഒരു Hഉം ഒരു CH3 ഉണ്ട് അല്ലേ. സിസ്സാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് ഞാൻ CH3 വരച്ചാൽ അടുത്ത കാർബണിൽ CH3 ഉണ്ട്, H ഉണ്ട് അല്ലേ. അപ്പോൾ CH3 സിസ് വരയ്ക്കുന്ന സമയത്ത് CH3 രണ്ടും സെയിം സൈഡിൽ തന്നെ വരയ്ക്കാം, Hന്. അപ്പോൾ അതായിരിക്കും എന്ത്? സിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രാൻസ് എങ്ങനെയായിരിക്കും വരയ്ക്കുക? ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വരയ്ക്കുക അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് C തന്നെ വരയ്ക്കാം, മുകളിലോട്ട് CH3 വരച്ചാൽ അടുത്തതിൽ എന്താ? താഴോട്ട് വരയ്ക്കാം. ഇനി H ഇവിടെ, ഇവിടെയും H ഓപ്പോസിറ്റ് ആയിട്ട്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ട്രാൻസ് ഐസോമർ. സിസും ട്രാൻസും ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. കൃത്യമായിട്ട് നോക്കിയേക്കാം. സിസ് എന്ന് പറയുമ്പോൾ CH3 C ഡബിൾ ബോണ്ട് CH3 Hഉം, ട്രാൻസ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് CH3 അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടും CH3 വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് സിസ് ട്രാൻസ് ഐസോമറോട് വരയ്ക്കാനുള്ള കാര്യം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡുകളിൽ വരയ്ക്കാം. സിസ് എന്ന് പറയുമ്പോൾ സെയിം സൈഡിൽ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസും സിസും വരയ്ക്കാം. ഇതാണ് ജോമെട്രിക്കൽ. ചിലപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ബ്യൂട്ടി 2 എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ മീനിങ് സിസ് ആൻഡ് ട്രാൻസ് വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടി 2. രണ്ടായാലും സെയിം സാധനം തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ രണ്ട് സ്ട്രക്ചേഴ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ജനറലി സ്പീക്കിംഗ് ആരാ സ്റ്റേബിൾ? ട്രാൻസ് ഐസോമർ ആയിരിക്കും, കാരണം അവിടെ റിപ്പൾഷൻ കുറവായിരിക്കും. സിസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വരുന്നതുകൊണ്ടാണ്. ഇനി ഇതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അവരുടെ സ്റ്റെബിലിറ്റിയും കൂടി പറയാനായിട്ട് പറ്റും കേട്ടോ. ആൽക്കീനുകളുടെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതിൽ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ CH3 എന്ന് പറയും, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പുകളൊന്നുമില്ല, അതായത് കാർബൺ ചെയിനുകളൊന്നുമില്ല. അപ്പോൾ അതിനെന്താ? സ്റ്റെബിലിറ്റി കുറവായിരിക്കും. വേറെ കമ്പയർ ടു ദിസ് CH3 CH ഡബിൾ ബോണ്ട് CH3 നോക്കിയടാ, ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ഈ കാർബണിൽ ഒരു CH3 ഉണ്ട്, ഈ കാർബണിൽ എന്തുണ്ട്? ഒരു CH3 ഉണ്ട്. അങ്ങനെ രണ്ട് കാർബണിലും CH3 വരുന്നുണ്ട്, നമുക്ക് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർ ടു ദാറ്റ് ഓഫ് ഈഥീനുമായിട്ട് കമ്പയർ ചെയ്യും. ഇനി വേറൊരെണ്ണം പറയുകയാണെങ്കിൽ രണ്ട് CH3 വരാമെന്ന് വെച്ചോ കാർബണിലോട്ട്, CH3 2 C എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ട് CH3കൾ അതിൽ വരുന്നുണ്ട്, ഡബിൾ ബോണ്ട് CH3 2. ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, കാരണം ഇവിടെ 4 ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. ഈ കാർബണിൽ 2 എണ്ണവും, ഈ കാർബണിൽ 2 എണ്ണവും, ഈ കാർബണിൽ 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 4 ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പുകളാണുള്ളത്, ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല അല്ലേ, 0. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആരായിരിക്കും? ഞാൻ എഴുതിയേക്കുന്നതിൽ മൂന്നാമത്തെ ആയിട്ട് എഴുതിയേക്കുന്നത് 4 ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും സ്റ്റേബിൾ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാവുന്ന ട്രാൻസ് ഐസോമറിൻ്റെ കാര്യമാണ്. അപ്പോൾ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ജോമെട്രിക്കൽ ഐസോമേഴ്സും വരയ്ക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കിയേക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം അറ്റാച്ച് ചെയ്തേക്കുന്ന കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി എന്തായാലും കൂടുകയായിരിക്കും ചെയ്യുക.
സോ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കിയേക്കാം, ക്ലിയർ ആയിട്ട് പഠിക്കും. ഓക്കെ.